എവിടെ നോക്കിയാലും ദൈവാലയങ്ങൾ, ഒത്തിരി വിശാലമായവ, ഇടത്തരം, തീരെ ചെറിയ ആരാധനാലയങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾക്കിടമുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും, പുല്ലുമേഞ്ഞ അല്ലെങ്കിൽ ഓടുമേഞ്ഞ അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞ പ്ലാസ്റ്റിക് പടുത കെട്ടി ഉണ്ടാക്കിയ ദൈവാലയങ്ങൾ എല്ലായിടത്തും. അങ്ങനെ പോകുന്നു ദൈവാലയങ്ങളുടെ രൂപങ്ങളും ഭാവങ്ങളും. എല്ലാം പ്രത്യക്ഷത്തിൽ ദൈവത്തെ പാർപ്പിക്കുവാൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ദൈവാലയങ്ങളിൽ ദൈവം വസിക്കുന്നു എന്നാണ് പൊതുവെ മനുഷ്യർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണത്താൽ ദൈവം അവിടെ വസിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവയുടെ പ്രയോജനം എന്താണ്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവജനത്തിൻ്റെ സ്വസ്ഥതയുടെ ദിനങ്ങളാകുന്നു. ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കുവാനാണ് ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 65 66 അധ്യായങ്ങൾ. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൽ രാജാവ് വന്ന് എല്ലാ ശത്രുതയും നീക്കി തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി പ്രവാചകനും ജനവും അപേക്ഷിക്കുന്നതാണല്ലോ നാം കണ്ടത്. അതിനുള്ള മറുപടിയാണ് 65, 66 അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാപങ്ങളും അവിശ്വസ്തതയുമാണ് അവരുടെ മേൽ ന്യായവിധി വരുവാൻ കാരണമായത് എന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ ഇതൊന്നും തൻ്റെ വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ തടസ്സമോ വരുവാനുള്ള രാജ്യത്തെ സംബന്ധിച്ചുള്ള ഉദ്ദേശത്തിന് വ്യതിചലനമോ വരുത്തുന്നില്ല. തൻ്റെ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാക്കുന്നതിനായി ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്നു. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇസ്രായേലിനുള്ള നിത്യമായ പദവിയെക്കുറിച്ച്, അവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം പിന്നെയും ദൈവം നൽകുന്നു. അത് നമ്മെ യെശയ്യാ പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് എത്തിക്കുന്നു. എന്നിട്ട് മഹത്വത്തിൻ്റെ പ്രഭയിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു. ഇസ്രായേൽ ജാതിയെ ത്യജിക്കുന്നതിനുള്ള കാരണത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനം 65 അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നത്. 65 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷം ഇപ്പോൾ ലഭിക്കാനിടയായ ജാതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ അപ്പോസ്തലൻ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് അവിടെ പറയുന്നു. ഇതാണ് സുഹൃത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിച്ചത്. നമ്മുടെ പൂർവികന്മാർ അപരിഷ്കൃതരായ അവിശ്വാസികളായിരുന്നു. നമ്മുടെ ഇടയിലേക്ക് സുവിശേഷം കടന്നു വന്നത് ആളുകളെ അയച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷകരെ അയക്കണമേ എന്ന് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തോട് അപേക്ഷിച്ചിട്ടല്ല, അവർ അവനെ ആവശ്യപ്പെട്ടില്ല. കടന്നു വന്ന ചില സുവിശേഷകരെ അവർ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകൾ സുവിശേഷത്തിനെതിരായി നിൽക്കുന്നു. അവർ സുവിശേഷത്തിനായി യാചിക്കുന്നില്ല. തന്നെ വിളിച്ചപേക്ഷിക്കാത്തവർക്കിടയിൽ പോലും ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കാതെ ആവശ്യപ്പെടാതെ തന്നെ എന്നെ അവൻ രക്ഷിക്കുകയായിരുന്നു. 2 വാക്യം നമുക്ക് നോക്കാം. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു. ഇവിടെ ദൈവം യഹൂദരോട്, അതെ ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. ദൈവം ആദ്യം സുവിശേഷം നൽകിയത് അവർക്കാണല്ലോ. ആദ്യം യഹൂദന് എന്ന് നാം വായിക്കുന്നല്ലോ. റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ പൗലോസ് പിന്നെയും പറയുന്നു, ഇസ്രായേലിനെക്കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ദൈവം അവരെ തള്ളിക്കളഞ്ഞത്. എവിടെയെങ്കിലും കൃപയുടെ സുവിശേഷത്തെ തിരസ്കരിച്ചാൽ ലോകത്തിൻ്റെ മറ്റെവിടെയെങ്കിലും അത് കടന്നു ചെല്ലും. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ എൻ്റെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിപ്പിക്കുന്നൊരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും
ഗുഹകളിൽ രാപാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ എൻ്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയും ആകുന്നു. ഇസ്രായേലിന് അനുഗ്രഹം തടസ്സപ്പെടുവാൻ കാരണം ഇതായിരുന്നു. അവർ തുടർച്ചയായി വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടു, ദൈവത്തോട് മത്സരിച്ചു, ദൈവം നൽകിയ കൽപ്പനകളെ അവർ നിഷേധിച്ചു. 6-7 വാക്യങ്ങൾ അത് എൻ്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കുകയില്ല. അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് അളന്നു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ അഹങ്കരിച്ച് നടന്നു. ദൈവം അവർക്ക് നൽകിയ മതത്തിൻ്റെ ബാഹ്യമായ ആചാരങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ വളരെ ദൂരത്തിലായിരുന്നു. ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന അതേ ലാഘവത്തോടെ തന്നെ അവർ അകൃത്യങ്ങളും ചെയ്തു. അതിലൂടെ അവർ ദൈവത്തെ നിന്ദിച്ചു. ഒരു ശേഷിപ്പിനെ വേർതിരിക്കുന്നതിനെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിക്കുന്നു. എല്ലാ കാലത്തും ദൈവത്തിന് ഇങ്ങനൊരു ശേഷിപ്പുണ്ട്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീജ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയില്ല. അവർ പാപം ചെയ്തെങ്കിലും ആ ശേഷിപ്പ് മൂലം ദൈവം അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുന്നില്ല. മുന്തിരിത്തോട്ടത്തിലെ സമൃദ്ധമായ ഒരു മുന്തിരിക്കുല പോലെയാണ് ആ ശേഷിപ്പ്. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്കൊരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എൻ്റെ വൃതന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. യാക്കോബിൽ നിന്നൊരു സന്തതിയെ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഒരർത്ഥത്തിൽ അങ്ങനെ പറയാമെങ്കിൽ കുറെ കൂടി പ്രത്യേകമായി അത് യോജിക്കുന്ന ഇസ്രായേലിൽ രക്ഷിക്കപ്പെടുന്ന ആ ശേഷിപ്പിനെ കുറിച്ചാണ്. അവരെ പ്രതി ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ശാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഖോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും. നോക്കുക, തൻ്റെ ശേഷിപ്പിന് ഒരു സുരക്ഷിതമായ സ്ഥലം നൽകുന്ന ദൈവം, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗദ്ദേവന് ഒരു മേശ ഒരുക്കി മെനിദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും, നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. നോക്കുക, തൻ്റെ ശേഷിപ്പിന് ഒരു സുരക്ഷിതമായ സ്ഥലമുണ്ടെന്ന് ദൈവം പറഞ്ഞിട്ട് അതിനുശേഷം ദൈവത്തോട് മറുതലിക്കുന്നവരോടുള്ള ആ ശിക്ഷ എന്താകുന്നു എന്ന് ദൈവം പറയും. അവൻ പാപത്തിൽ വസിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അവർ പാപത്തിൽ തുടരുന്നുവെങ്കിൽ അവൻ അവരെ ന്യായം വിധിക്കും. 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എൻ്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ മുറയിടും. ശേഷിപ്പിനും ഇസ്രായേൽ ജാതിക്കും ഇടയിൽ ദൈവം ഒരു വേർതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ സമകാലിക സഭയുടെ അതേ അവസ്ഥ. ദൈവം ഇതേ വേർതിരിവ് ഇവിടെയും ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നാം കാണുന്ന സഭകൾ ധാരാളം അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാണ്. സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കൊള്ളാം, മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സഭയുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹാവേശ്യ എന്ന് വിളിച്ചിരിക്കുന്ന നാമധേയ സഭ. അത് കേവലം ഒരു സംഘടന മാത്രമാണ്. അത് ക്രിസ്തുവിൻ്റെ വകയായി തീർന്നിട്ടുള്ളതല്ല. അത് കൃപയാലുള്ള രക്ഷയെ പ്രഘോഷിപ്പിക്കുന്നതോ രക്ഷിക്കപ്പെടുന്നവരാൽ പണിയപ്പെടുന്നതോ ആയ
ദൈവത്തിൻ്റെ പരിപാടിയിൽ ഉള്ള ഒന്നല്ല. അതൊരിക്കലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയും അല്ല. മഹാപീഡനത്തിന് മുമ്പേ യഥാർത്ഥ വിശ്വാസികൾ ക്രിസ്തുവിങ്കിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. കേവലം ബാഹ്യമായതും അവാസ്തവമായതും യാഥാർത്ഥ്യം അല്ലാത്തതും ആയ ഒരു സഭ അന്നിവിടെ ഉണ്ടാകും. അവ തമ്മിൽ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമായിരിക്കും. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു എന്നതായിരിക്കണം ഒരു ദൈവപൈതലിൻ്റെ ചിന്തയും തീരുമാനവും. അടുത്തതായി പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള വെളിപ്പാടാണ് നാം കാണുന്നത്. 17-ാം വാക്യത്തിൽ ആദ്യം നാം വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഇവിടെ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിപ്പ് കാലാനുക്രമമായി സഹസ്രാബ്ദ രാജ്യത്തിന് മുമ്പേ വരുന്നതായി തോന്നിയേക്കാം. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തൻ്റെ ശേഷിപ്പ് ഇതിനകം രാജ്യത്തിൽ പ്രവേശിച്ചതായും ശേഷിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ടതായും നാം കാണുന്നു. ഇനിയും സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ ഒടുവിൽ, അതായത് ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, ഒടുവിലത്തെ മത്സരത്തിന് ശേഷം പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടും. ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ തന്നോടൊപ്പം ചേർത്തതിന് ശേഷമുള്ള സഹസ്രാബ്ദ വാഴ്ചയിൽ ആശ്ചര്യകരമായ മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഓർക്കണം. മരുഭൂമി അന്ന് ഉദ്യാനം പോലെയാകും. പുതിയ ആകാശഭൂമികളിൽ നാം പ്രവേശിക്കുമ്പോൾ അവിടെ സമുദ്രം ഉണ്ടായിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതൊരു പുതിയ ഭൂമിയായിരിക്കും, മൊത്തത്തിൽ പുതു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ലോകങ്ങളുള്ളതായി പത്രോസ് പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ലോകം ജലപ്രളയത്തിൽ നശിച്ചുപോയി. രണ്ടാമത്തേത് ഇന്ന് നാം ജീവിക്കുന്ന ലോകം. ഇത് തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇനിയും വരുവാനിരിക്കുന്ന 3-ാമത്തെ ലോകത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒടുവിലത്തെ ലോകം, അതെ, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും ഭൂമിക്കുമായിട്ടത്രേ നാം നോക്കിപ്പാർത്തിരിക്കുന്നത്. 18-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. അവിടെ കാണുന്നത്, ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചെന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. സഹസ്രാബ്ദത്തിലെയും അതുപോലെ നിത്യതയിലെയും അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. നിത്യരാജ്യത്തിൻ്റെ വ്യക്തമായൊരു ഘട്ടമാണ് സഹസ്രാബ്ദ രാജ്യം. എന്നാൽ അതൊരു ന്യായവിധിയുടെ സമയം കൂടിയായിരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പരിപാടി പൂർത്തിയാക്കുമ്പോൾ സകലതും പുതുതായി തീരുവാൻ തയ്യാറായിരിക്കും. യെരൂശലേം സന്തോഷത്തിൻ്റെ നഗരമായി തീരും. ഇന്നത് അങ്ങനെയല്ലല്ലോ. ദൈവം അതിനെ സന്തോഷപട്ടണമാക്കുവാൻ പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ യെരൂശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. യെരൂശലേമിന് എന്ത് മാറ്റമാണ് വരുവാൻ പോകുന്നത് എന്ന് 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. ജലപ്രളയത്തിന് മുൻപ് ജീവിച്ചിരുന്ന പൂർവികന്മാർക്ക് ഉണ്ടായിരുന്നതുപോലെ ജനങ്ങൾക്ക് അന്ന് ദീർഘായുസ് ഉണ്ടാകും എന്നതാണ് സഹസ്രാബ്ദ രാജ്യത്തിലെ ഒരു പ്രത്യേകത. അന്ന് ജനത്തിൻ്റെ ആയുസ്സിന് പഞ്ഞമുണ്ടാകില്ല, മടുപ്പുമുണ്ടാകില്ല. അന്ന് വൃദ്ധഭവനങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. കാരണം അന്ന് വൃദ്ധജനങ്ങളില്ലല്ലോ. വയസ്സ് എത്രയായാലും എല്ലാവരും അന്ന് ചെറുപ്പം പോലെ തന്നെ ആയിരിക്കുമെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയിലെ മറ്റൊരു പ്രത്യേകത. അത് യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും എന്ന് ചുരുക്കം. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥാ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല.
അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അന്ന് സ്ഥിരതയും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുമെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മനോഹരമല്ലേ പ്രിയ സുഹൃത്തെ? ഇന്ന് ഇത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. ഇന്ന് ചെന്നായും കുഞ്ഞാടും അല്പസമയം ഒരുമിച്ചായിരിക്കണമെങ്കിൽ കുഞ്ഞാട് ചെന്നായുടെ വയറ്റിൽ ചെല്ലണമില്ലേ? ചെന്നായ അതിനോടൊപ്പം മേഞ്ഞ് നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കുഞ്ഞാടിൻ്റെ ചോര കുടിക്കുന്നതിലാണ് ഈ ചെന്നായ്ക്ക് എപ്പോഴും താല്പര്യം. എന്നാൽ അന്നാളിൽ അവ വളരെ കൂട്ടുകാരായി നടക്കും. സിംഹം വൈക്കോൽ തിന്നുമെന്ന്. അതെ, വനത്തിലെ നിയമത്തിന് മാറ്റം വരാൻ പോകുന്നു. ഇത് സംഭവിക്കാത്തതായി തോന്നുന്നുണ്ടോ? സുഹൃത്തെ, ദൈവത്തിന് ഒരു സിംഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുമെങ്കിൽ അതിനെ വൈക്കോൽ തീറ്റിക്കാനും അവന് കഴിയുമെന്ന് മറക്കരുത്. ഇത്ര മനോഹരമായിട്ടുള്ള പ്രവചനങ്ങളില്ലേ? 66-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവചനത്തിലെ ഒടുവിലത്തെ അധ്യായമാണല്ലോ. അതിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? മനുഷ്യനിർമ്മിതമായ ഒരാലയത്തിലും ദൈവത്തെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നതല്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാകുന്നു ദൈവം തന്നെ നേരിട്ട് രൂപകൽപ്പന ചെയ്ത് മനുഷ്യ കൈകളാൽ ഇന്നോളം നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സുന്ദരമായ മന്ദിരം ജെറുസലേം ദേവാലയം. 2.5 ലക്ഷം ജോലിക്കാർ 7.5 വർഷം പണിത ശലോമോൻ്റെ ദേവാലയം എല്ലാം കൊണ്ടും അതുല്യമായിരുന്നു, മനോഹരമായിരുന്നു. എന്നാൽ ആ ദേവാലയത്തിൽ പോലും ദൈവം വസിച്ചിരുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നു എന്നത്രേ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഷെഖേന തേജസ് ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നത്രേ. അത് ദൈവമായിരുന്നില്ല, ദൈവത്തിൻ്റെ അപാരത്വമായിരുന്നില്ല, പിന്നെയോ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ പ്രാതിനിധ്യം മാത്രമായിരുന്നു അത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? ദൈവത്താൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും യാതൊരു കുറവും ഇല്ലാത്തതും മനോഹരങ്ങളിൽ മനോഹരവുമായ ആലയത്തിൽ പോലും ദൈവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. ജനത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നത് കാണിക്കുവാൻ മാത്രമായിരുന്നു ദൈവ തേജസ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതോടെ ചേർത്ത് ദൈവം നൽകിയ ഒരു മുന്നറിയിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. അത് അവൻ്റെ ജനം ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ചാൽ ദൈവം അവരെ കൈവിടുമെന്നും ആ ദൈവാലയം ദൈവം കൈയൊഴിയും എന്നും വ്യക്തമാക്കിയതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ആലയം അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമായി തീരും. ദൈവം യാതൊരു മന്ദിരത്തിലും പ്രസാദിക്കുന്നില്ല. അതിപ്പോൾ താൻ നൽകിയ രൂപകൽപ്പനയിൽ തീർത്തതാണെങ്കിൽ പോലും അവൻ വസിക്കുവാൻ മന്ദിരങ്ങൾ ആവശ്യമില്ല. യെരുശലേം ദേവാലയത്തിൻ്റെ ചരിത്രം തന്നെ അതിൻ്റെ ഉദാഹരണമാകുന്നു. പല കാലഘട്ടങ്ങളിൽ വന്നതായ രാഷ്ട്രങ്ങൾ ആ ദൈവാലയം കൊള്ളയടിച്ച് തകർത്ത് കളഞ്ഞു. ഒടുവിൽ AD 70 റോമൻ ഭരണാധികാരിയായിരുന്ന ടൈറ്റസ് അന്നുണ്ടായിരുന്ന ദേവാലയം തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഒരു മന്ദിരം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഈ ന്യായവിധി? ആ ജനം ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞതിനാൽ ദൈവം പറയുന്നു, ഞാൻ ഒരു മന്ദിരം കൊണ്ട് പ്രസാദിക്കുന്നില്ല, ഞാൻ ഒരു മന്ദിരത്തിലും വസിക്കുന്നില്ല. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? അനന്തതയെ നിറയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ തേജസ്. യാതൊരു മന്ദിരത്തിനും അവനെ അടക്കി വെക്കുവാൻ കഴിയില്ല.
അവന് അങ്ങനൊന്നും ആവശ്യമില്ല. പിന്നെ ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. തനിക്ക് വസിക്കുവാൻ ഒരിടം ദൈവം അന്വേഷിക്കുന്നു. തൻ്റെ ഭവനമാക്കുവാൻ കൊള്ളുന്ന ഒരിടം, തനിക്ക് ചേരുന്ന ഒരിടം, അത് മനുഷ്യഹൃദയമാകുന്നു. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ദൈവം മനസ്താപവും മനോവിനയവും ഉള്ള ഹൃദയങ്ങളിൽ വസിക്കുന്നു. തൻ്റെ മുൻപിൽ വിറയ്ക്കുന്ന ഹൃദയങ്ങളിൽ സ്വന്തം പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നവരോടുകൂടെ ദൈവം വസിക്കുന്നു. അവൻ്റെ വചനത്തിനു മുൻപിൽ വിറയ്ക്കുന്നവരോടുകൂടെ അവൻ വസിക്കുന്നു. ദൈവം തൻ്റെ ഭവനം പണിയുന്നത് മനോവിനയവും തൻ്റെ വചനത്തെ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുകയും ചെയ്യുന്ന ഹൃദയങ്ങളിലാണ്. അങ്ങനെയുള്ളവർ കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം അർഹിക്കുന്ന സകല ആദരവും നാം നൽകേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിനാണ്. ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവർ, അത് സത്യമെന്നുറപ്പുള്ളവർ, അത് ആധികാരികമെന്ന് അംഗീകരിക്കുന്നവർ, അത് ദൈവം ശ്വസിച്ചതാകുന്നുവെന്ന് മനസ്സിലാക്കുന്നവർ, അതിനെ സ്നേഹിക്കുന്നവർ, അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവർ, അതെ മറ്റുള്ളവരോട് അത് അറിയിക്കുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നത്. അതില്ലാതെ ദൈവം അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ നാം സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്തൊടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കും. അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം യാഗാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കപ്പെടും. ഓരോ യാഗത്തിലെയും ആത്മീയ അർത്ഥം ഗ്രഹിക്കാതെ യാഗം കഴിച്ചാൽ അത് കൊലപാതകം മാത്രമാകും. നിത്യതയിൽ സകലതും ക്രിസ്തുവിങ്കലേക്ക് വിരൽ ചൂണ്ടുന്നതാകണം. അല്ലാത്ത പക്ഷം ഒരിക്കൽ കൽപ്പനയായി നൽകപ്പെട്ടത് പിന്നീട് പാപമായി മാറും. തുടർന്ന് 5ഉം 6ഉം വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ദൈവം ഒടുവിലായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരുന്നല്ലോ. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. മഹാപീഡന കാലം വളരെ വേദനയുടെയും കഷ്ടതയുടെയും സമയമായിരിക്കും. യേശു ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം ഇസ്രായേൽ മഹാപീഡനത്തിലൂടെ കടന്നുപോയി. അന്ന് നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന്. ഈ ആൺകുഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവാണ്. 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. താൻ വാഗ്ദത്തം ചെയ്തതൊക്കെയും നിവർത്തിക്കുമെന്നത്രേ ദൈവം പറയുന്നത്. വാഗ്ദത്തങ്ങളിൽ താൻ വിശ്വസ്തനാണ്. ഇപ്പോൾ അവൻ ഇപ്രകാരം പറയുവാൻ കഴിയും. 10-ാം വാക്യം, യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ സന്തോഷിപ്പിൻ, അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. ഇതെത്രയോ വലിയ അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും. രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്ത അഥവാ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുള്ളവരുടെയും ഭാവിയെ ദൈവം തീരുമാനിക്കുന്നതാണ്. 18 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 18-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. ദൈവം തൻ്റെ ജനത്തെ 1000 ആണ്ട് വാഴ്ചയിൽ യെരൂശലേമിൽ ഒരുമിച്ച് കൂട്ടുവാൻ പോകുന്നു. അവർ അവനെ ആരാധിച്ച്
അവനിൽ സന്തോഷിക്കും. എന്നാൽ അവൻ്റെ ശത്രുക്കൾ ശിക്ഷിക്കപ്പെടും. മശിഹ വീണ്ടും വരുമ്പോൾ എല്ലാ ജാതികളിന്മേലും അവൻ്റെ ന്യായവിധി ഉണ്ടാകും. ഈ ന്യായവിധി മൂലം ലോകം അവൻ്റെ മഹത്വത്തെ അറിയുവാനിടയാകും. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും വാഗ്ദത്തങ്ങളും നിത്യമാകുന്നു. 23-ാം വാക്യത്തിൽ, പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എല്ലാ കാലത്തുമുള്ള വീണ്ടെടുക്കപ്പെട്ടവർ നിത്യത മുഴുവനും തന്നെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്. നിത്യതയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരന്തരവുമായ പ്രവൃത്തി ആയിരിക്കും ആരാധന എന്നുള്ളത്. യെശയ്യാപ്രവചനത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ 24. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദുഷ്ടന്മാർക്ക് ദൈവമില്ലാത്തവന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം പറയുന്നു എന്നത്ര ഇവിടുത്തെ ആശയം. നിത്യത മുഴുവനും ദുഷ്ടന്മാർക്കുള്ള അവസ്ഥ അതാകുന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്. അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല, ദൈവമില്ല, എപ്പോഴും പിരിമുറുക്കം. എത്ര ഭയാനകമായ ഒരു അവസ്ഥയാകുന്നു അതല്ലേ? ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നുള്ള മൂന്നാമത്തെ മുന്നറിയിപ്പല്ലേ ഇവിടെ നാം കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പ്രവാചകൻ പറയുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യത, അത് പ്രാപിക്കുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? എന്നുള്ള ദൈവത്തിൻ്റെ ചോദ്യം നാം കേൾക്കാതെ പോകരുത്. മതത്തിൻ്റെ അർത്ഥശൂന്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവിക സ്വസ്ഥതയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിപ്പാൻ ഈ പഠനങ്ങൾ നമ്മെ സഹായിക്കട്ടെ.